ഹലോ ഗായ്സ്, ഇറ്റ്സ് സൽമാൻ ഫ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ട്രിപ്പാണ് കേട്ടോ. റോഡ് ട്രിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യത്ത് നൈസായിട്ട് ഒന്ന് ബീച്ച് വരെ പിന്നെ 1-2 സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ കിട്ടിട്ടോ. നമുക്ക് ആകെ മഴ നനഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴയത്ത് ഉമ്മച്ചിയുടെ ചെടി കാണാനൊക്കെ അടിപൊളിയാണ്, സെറ്റല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത്, ഇന്ന് ഒരാൾ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉമ്മ ഇപ്പോൾ കാക്ക ഉണ്ടെങ്കിൽ കാക്ക ഞാനും ഉമ്മ അനിയത്തിയൊക്കെ വിളിക്കുക, ഇപ്പൊക്കെ വിളിക്കാൻ പോകാറ്. പിന്നെ ഇപ്പോൾ ഞാനും ഉമ്മയും അനിയത്തിയല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് പുതിയൊരു സ്പെഷ്യൽ ആളെ ആഡ് ചെയ്യുന്നുണ്ട്. ആളാണ് ബിജുവിന് ഞങ്ങളിപ്പോൾ വാക്സിനൊക്കെ പോയി എടുത്ത് ഇന്ന് രാവിലെ ഒക്കെ സൂചിക്ക് വെച്ച് വന്നിട്ടാണ്. അതിൻ്റെ പൊലിവിലാണ്, ആ കലിപ്പിലാണ്. ആ ബിയോ എന്താ പറയാള്? എന്താ പറയും ബിയോ? എന്താണ് പറയാള്? സൂര്യത്തിന് ദേഷ്യമാണോ? എന്ത്? നാണോ? ഇരിക്കേ. എന്താണ് അയ്യോ? എന്താണ് ഗൈസ്, ഈ ഒരു ഷർട്ടിന് പ്രത്യേകത ഉണ്ടാവും. ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാം, പക്ഷേ വേർത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അറിയും. അതാണ് ഈ ഷർട്ടിൻ്റെ ഇഷ്യൂ. പക്ഷെ കുഴപ്പമില്ല. ഇതിപ്പോൾ അപ്പോൾ ഈ ഷർട്ട് കണ്ടപ്പോൾ അന്ന് ഇഷ്ടമായപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇട്ടിട്ട് കല്യാണത്തിന് പോയപ്പോഴാണ് ഷർട്ടിൻ്റെ കളർ മാറിയത് മനസ്സിലായത്. നോക്കുമ്പോൾ വേർത്ത് ഫുള്ള് കളർ മാറി. അപ്പോഴാണ് മനസ്സിലായത് വേർത്തിക്കാനായിട്ട് ഇങ്ങനെ ആവുന്നു. ഈ ഫസ്റ്റ് ആയിട്ട് ട്രിപ്പ് വരാണ്ട് പൊലിവിലാട്ടോ. ഈ ഫസ്റ്റ് ആയിട്ട് ട്രിപ്പ് വരാണ്ട് ബി എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? വിയോ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ബി എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഗൈസ്, ഈ മഴക്കാലത്ത് ഉമ്മച്ചിയുടെ ചെടി കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഉമ്മച്ചിയുടെ ചെടി നോക്കിയേ, സെറ്റല്ലേ? ഇത് മാത്രമല്ല, ഉമ്മച്ചി ഇവിടെ ഈ ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അടിപൊളി ഈ ഭാഗമാണ് കേട്ടോ. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഉമ്മച്ചിയുടെ അടിപൊളി ചെടികൾ കാണിച്ചാൽ ഉമ്മച്ചി ഇതൊക്കെ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ഉമ്മച്ചി അവിടുന്ന് ഓരോന്നിന് മേടിക്കും. അപ്പോൾ നമ്മുടെ ബിയുവിനെ കുറിച്ച് ഓർഡർ ബിയോ. അപ്പോൾ ഗൈസ്, ബിയുവിനെ കൂടി ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഈ ഒരു ചെടിക്ക് 6 വർഷത്തെ പഴക്കം കേട്ടോ. 6 ഏകദേശം ഒരു 4-5 അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. 6 തോന്നുന്നു, കുറേ മുമ്പുള്ളതാ. എന്താണ് അപ്പൊ നമ്മൾ ബിയുവിനെ കൊട്ടയിലാക്കാൻ പോകാം. എടുത്തോ, പോരാ. ബിയുവിനെ ട്രിപ്പ് പോവാണ്. ബിയുവിനെ കൊട്ടയിലാക്കാണ്. അപ്പൊ നമ്മളെ കൊട്ടയിലാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോ ഫുഡ് എടുത്തിട്ടുണ്ട്, ഞങ്ങള് ഫുഡ് എടുത്തിട്ട് കൊട്ടയിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉമ്മ ഉണ്ട്, സാനുണ്ട്, വിയുണ്ട്, സെറ്റാണ്. ഇപ്പൊ സമയം 4:15. അവിടെ എത്ര മണിക്ക് എത്തും സാനിയ? 5 മണിക്ക് എത്തിക്കണം. എന്നാലും നമുക്ക് ഒരു 6, 8, 7-8 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോരാൻ. ഇപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയാണ് വീട്ടിൽ. അപ്പൊ ഇവനോടൊന്ന് എവിടേക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഇവൻ അന്ന് പെരുന്നാളിന് കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് അന്നും കൊണ്ടുപോയില്ല. കാരണം ഇവൻ അന്ന് ചെക്കന്മാരോടെ പോയി. അങ്ങനെ ഇന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാണ്. എന്താ അറിയാം, ഇവരിപ്പോ പോയിക്കണ ഈ ഉമ്മ കാരണം ലേറ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ. എങ്ങോട്ട് പോവാണെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങും. ഇന്ന് തന്നെ 12:30 വിളിക്കാന്ന് വെച്ചിട്ടുണ്ട്. 12 അല്ല, ഇന്ന് 2:30 പോവാൻ വെച്ചിട്ടായിരുന്നു. ഉമ്മ ഇറങ്ങിയ 3:30. 2:30 ഇറങ്ങേണ്ട ആവശ്യമില്ല. വെറുതെ 3 മണിക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയത് 3:30. 2:30 പറഞ്ഞപ്പോഴാണ് 3:30 ആയത്. അങ്ങനെയാണല്ലോ സ്വാഭാവികം. ഏറ്റവും പൊലി എന്താ വെച്ചാൽ ഇതിന്റെ ബിജുവിന്റെ കൂടെ. അതുകൊണ്ടാണ് കിട്ടാം. ഞാനാണ് എന്നും പറയും, ഞാൻ എവിടേക്ക് പോകുമ്പോൾ ഞാൻ എന്നും ഇവരോട് പറയും ബിയുനെ കൊണ്ടാകാം. പക്ഷെ ഇവര് ആ ബിയുവിന്റെ ഹെയർ ഇങ്ങനെ കൊയ്യണോണ്ട് തന്നെ ഇവര് സമ്മതിക്കാറില്ല. അന്ന് ഇക്കാക്ക ഉണ്ടാവുമ്പോ അല്ലേ, ഇക്കാക്ക സമ്മതിക്കാറില്ല. ഇവന് ഞങ്ങള് പിന്നെ ബിയുവിന് ഡോക്ടറെ കാണിക്കാൻ അങ്ങനെ പോയപ്പോ പിന്നെ ബിയു ഓക്കെ ആയി. വണ്ടിയിൽ പോയിട്ട് ഓക്കെ ആയി. പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കും. അതാ മറ്റേ ബെൽറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ബെൽറ്റ് അല്ലേ, അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആൾക്കാരുടെ ഓടുന്നൊക്കെ തോന്നുട്ടോ. ആദ്യമായിട്ടാണ് ബിയുനെ വെച്ചിട്ട് പോകുന്നത്. ബിയുവിന് കുറെ ആൾക്കാരെ കാണാനൊക്കെ പേടിയാണ്. ബീച്ചിൽ പോയ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ബീച്ചിൽ നല്ല ഉണ്ടാവും. മണ്ണലാംകുന്ന് ബീച്ചിൽ നല്ല തിരക്കുണ്ട്. എപ്പോഴും നല്ല തിരക്കുണ്ടാവും. പക്ഷെ ഇന്ന് സൺഡേ അല്ലേ, സൺഡേ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവും. ഇന്ന് വർക്കിന്റെ സൺഡേ അല്ല, വർക്കിന്റെ കൊണ്ട് തിരക്ക് കുറച്ച് കുറയുന്ന ഞാൻ വിചാരിക്കുന്നു.
അങ്ങനെ വരെ വർക്കിന്റെ തിരക്ക് കുറവുണ്ടാവാറ്. തിരക്ക് കുറഞ്ഞാലാണ് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫുള്ള് ആൾക്കാരായി കഴിഞ്ഞാൽ എൻജോയ്മെന്റ്. പ്രത്യേകിച്ച് ബിയുന്റെ കൂടെ ബിയു ആൾക്കാരെ കണ്ടാ പോവെന്ന് തന്നെ പേടിയാണ്. ബിയു നല്ല ഓട്ടം ഓടും, നല്ല ഉറപ്പുണ്ട്. അതിന് നമ്മള് ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്. ആ ബെൽറ്റ് കാണിച്ചില്ലേ? ഇങ്ങനെ സനിയാ അത് രണ്ടാണ്. അത് മറ്റേ അരയക്കോടി ഫുള്ളായിട്ട് ഇടുന്നതാ. മറ്റേതാകുമ്പോണ്ടല്ലോ കഴുത്ത് പിടിച്ച് വലിക്കുമ്പോ കഴുത്ത് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോ അങ്ങനത്തെ ചാൻസ് വളരെ കുറവാണ്. നല്ല ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട്. നമുക്ക് അത് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഇല്ല, കാരണം ഞങ്ങൾ ഇങ്ങനത്തെ വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിന് ബിയുനെ അവിടെ കൂട് പോലും ഇല്ല അവൾക്ക്. ബിയുനെ ഞങ്ങൾ പുറത്ത് കൊണ്ടിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ ബെൽറ്റിന്റെ ആവശ്യമില്ല. അത് ശരിയാണ്. പിന്നെ ബിയുന് കൂടില്ല, മൊത്തത്തിലൊരു അടിപൊളിയാണ്. ബിയുന് ട്രേ വേണ്ട, കൂട് വേണ്ട, ഒന്നും വേണ്ട. ഒക്കെ അവളുടെ കാര്യം നല്ല വൃത്തിക്കാരി കേട്ടോ. ബിയുന്റെ വ്ളോഗ് വരുന്നുണ്ടോ, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ബിയു എങ്ങനെയാണ്. നല്ല സൺകിസ്. അയ്യോ ഇന്നുള്ളു. Spotify Premium. Smart Shuffle adds recommendations into your playlists to show you new sound. ഇന്ന് നല്ല മഴ പെയ്തിട്ട് ഞാൻ വിചാരിച്ചു മൊത്തം മഴ കഴിക്കാറ്, ഫുള്ള് മഴ കഴിക്കാറുണ്ട്. ഇറങ്ങുന്നിടത്ത് നല്ല മഴ ഉണ്ടായില്ല. പക്ഷെ മഴ സത്യം പറയാലോ ഗൈസ്, മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ പ്രത്യേക ഫീലാണ്. വണ്ടി ശരിയാവുമെങ്കിലും ഡ്രൈവിങ് പക്കയാണ്, നല്ല രസാണ്. ഇടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വരുമ്പോഴൊക്കെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഗസ് ചെയ്യാം. ഞാൻ പറയണു മഴ പെയ്യൂല. ഞാൻ പറയുന്നത് പെയ്യും. ഇമ്മ എന്താ പറയണേ? ബിയ്യ എന്താ പറയണേ? ബിയ്യ അയ്യോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഗൈസ് ആകെ മൂഞ്ചിട്ടോ. ഈ സാധനം ബിയുന് പാകല്ല. അപ്പൊ നമ്മള് ബിയു തടിയുള്ളതുകൊണ്ട് അപ്പൊ നമ്മളിത് നാളെ പോയി മാറ്റിക്കും. ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ആവുന്നല്ലോ പറഞ്ഞു. വായോ എന്താ ഉണ്ടായേ? ഗൈസ് ഇതാണ് അപ്പൊ ബിയു ഇതാണ്. ബിയു ഭയങ്കര പേടിച്ചിട്ടാണേ. പേടിയാണ്. ആദ്യത്തെ ബീച്ച് കണ്ട പോലെയാണ് ബിയു തോന്നുന്നത്. വേഗം അങ്ങോട്ട് നടക്കാം. ഗൈസ് ബിയു ആകെ പേടിച്ചിട്ടാണ്. എന്താണ് പേടിച്ചിക്കണോ? ഞാൻ പറയുകയാണെങ്കിൽ അതിന് പേടിയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ബീച്ച് എത്തിയിരിക്കുകയാണ്. ബീച്ച് എത്തിയിട്ട് മമ്മി റനി അതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ആ പോകുന്നു. റനി സമയമില്ല, നേരില്ല. ടാസ്ക് പിന്നെ അവിടെ കുട്ടി നടന്ന് സെറ്റ് ആവും. കാക്കനെ കണ്ടിട്ടാണ് പേടിക്കണത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ബാഡ് ക്ലൈമറ്റ് ആയിരുന്നു. അതിന് മഴയായിരുന്നു. ഞാൻ പക്ഷേ ബീച്ചിൻ്റെ അവിടെ മഴയായിരുന്നു. പക്ഷെ ബീച്ചിൻ്റെ അവിടെ സെറ്റാണ് കേട്ടോ. ഗൈസ് എല്ലാവരും നോക്കുക കേട്ടോ. ഒക്കെ നോക്കുകയാണ്. എന്താ ആദ്യം ബീച്ച് വന്നിട്ട് ബിയു ആകെ പേടിച്ചിരിക്കുക. ഗൈസ് ആകെ പേടിച്ചിരിക്കണേ. ബിയോ എന്താ അവിടെ മാർക്കോ ആകെ പെട്ടു കേട്ടോ. ആൾക്കാർ ഫുള്ള് വരുന്നുണ്ട്. ഇതാകെ പെട്ടുകാണ്. എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്. ഹലോ അയ്യോ നിക്ക് പേടിക്കണ്ട. ബീച്ച് സൈഡ് സെറ്റാണ്. പോകെന്നറിയില്ല ഗൈസ്. ആൾക്കാർ റിയാക്ഷൻ പറഞ്ഞാൽ സെറ്റാണ്. ആൾക്കാരൊക്കെ നോക്കുക. എന്തോ പോലെ വന്നു. അയ്യോ ഗൈസ് ബിയു ആകെ പേടിച്ചിരിക്കുകയാണ്. സംഭവം എന്താ വെച്ചാല് ഓള് ആദ്യമായിട്ട് വന്നോണ്ടാണ്. അങ്ങനെ പോയി ശീലിച്ച പിന്നെ ഓക്കെ ആവും. നമ്മളിപ്പൊ തന്നെ ശീലിപ്പിക്കണല്ലോ. അപ്പൊ ഗൈസ് ബീച്ചിന്റെ മുമ്പിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഞാൻ ഇമ്മ ഇതാ റന ഇതാ ബിയു അവിടെ പേടിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ബീച്ച് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഗൈസ് എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിലേക്ക് വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചു. നല്ല
നല്ല രസല്ലേ നോക്ക് നോക്ക് നോക്ക്. ഞങ്ങൾ നല്ല രീതിക്ക് വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചു, പക്ഷെ ഒരു മൈക്ക് പോയി. പിന്നെ എന്താ ബിയു വരണം കേട്ടോ. അതവിടെ ഉണ്ടാവും. കാരണം ബിയുവിനെ ഞാൻ എടുത്തോണ്ടാണ് അത് പോയത്. അപ്പൊ അവിടെ ഉണ്ടാവും. ലാസ്റ്റ് വീഡിയോ നോക്കി നമുക്ക് കിട്ടും. എന്താ മക്കെന്താ വേണ്ടേ? ഞാൻ പോയിട്ട് വാങ്ങാം. സാനുവിന് എന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ടേ? എനിക്ക് കോണ്ടോപ്പ് പോയി. എത്രേന്റെ? ബിയു നോക്കിക്കൊണ്ടിരിക്കട്ടോ. ആകെ പെട്ടുവിന്റെ പാൻറ്റും ഒക്കെ ആകെയായി. ആളാകെ പേടിച്ചിരിക്കുക. അവിടെ കഴുകണം പോയിട്ട്. പോണ വഴിക്ക് ഒരു ജ്യൂസ് കട കണ്ടു. അവിടുന്ന് കയറിയിട്ട് നറുനീൻ്റെ ഒക്കെ കുടിച്ചു. ഇവിടുന്നാണ് സൺകാക്ക കോളേജിൽ പോകുമ്പോൾ നറുനീണ്ടി കുടിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. നല്ല മഴ ഉണ്ടോ. മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞ വേറൊരു ഫീലാണ്. അത് ഡ്രൈവ് ചെയ്യാൻ നോക്കി മനസ്സിലാവും. കാരണം ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മഴ പെയ്യുമെന്ന്. അപ്പൊ വരുമ്പോ ഞങ്ങൾക്ക് ബീച്ചിലൊന്നും മഴ പെയ്യില്ല. അവിടെ നല്ല സൺസെറ്റ് കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ നേരെ ചാൽശ്ശേരി എത്താനാവണുള്ളൂ. ചാൽശ്ശേരി എത്താനപ്പോ കിട്ടിയില്ല മഴ നോക്ക്. സെറ്റ് മഴ. നല്ല കാറ്റും വീശുണ്ട് കേട്ടോ. അതുപോലെ മഴയൊന്നും ഇല്ലാണ്ട് എന്നാ കുഴപ്പമില്ലാണ്ട് അല്ലേ? വീഡിയോസ് നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാ ഇത് പോയി, ഞങ്ങളുടെ മൈക്ക് പോയി. അവിടുന്ന് ബിയ്യുനെ കൊണ്ടപ്പോ ബിയ്യു പൊരിഞ്ഞിട്ട് മൈക്കാട് പോയി. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങളിപ്പോ വേറൊന്ന് ഓർഡർ ചെയ്യണം. അപ്പൊ അത് തെരഞ്ഞിട്ടും പിന്നെ ഫോണിന്റെ ചാർജ് ഒക്കെ അങ്ങോട്ട് തീർന്നു. പവർ ബാങ്ക് എടുത്തില്ല. അങ്ങനെ വലിയ പ്ലാനോട് കൂടിയൊന്നല്ല, പെട്ടെന്ന് ഗൈസ് മഴ അടിപൊളി, നല്ല കിടിലൻ മഴയാണ്. നോക്കൂ ഗൈസ്, നല്ല കിടിലൻ മഴ കേട്ടോ. സെറ്റാണ്. ഡ്രൈവ് ചെയ്യാൻ നല്ല മഴ ആയിട്ടില്ലേ? മഴ കേട്ടോ. നല്ല രസമുണ്ടല്ലേ? നല്ല രസമാണ് മഴയത്ത് കുടിക്കാൻ. അങ്ങോട്ട് കാണിക്കണേ മഴ കാണിച്ചെടുക്ക്. പോണ വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങക്ക് നല്ല ഷവർമ കഴിക്കാനുള്ള ഒരു പൂതി വന്നു. അപ്പൊ ഒന്നും നോക്കിയില്ല, ഞങ്ങള് ഷവർമ കഴിക്കാൻ വിചാരിച്ചു. ഷവർമ കഴിക്കാച്ചിട്ടാണ്. അപ്പൊ പിന്നെ ഇപ്പൊ നല്ല മഴയാണ്. അപ്പൊ നമുക്ക് ഈ മഴ കണ്ടിട്ട് തന്നെ ഷവർമ കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മള് ഞങ്ങളുടെ ആംബിയൻസ് കാണിച്ചെടുത്ത് നോക്ക്. ക്വാണ്ടിറ്റി ഉണ്ടോ? നമ്മള് ഷവർമ കേട്ടോ. അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് കാണാം. സനിക്കാക്ക് എന്തൊക്കെയോ പറഞ്ഞ് തള്ളി മറിക്കണ്ട്, പക്ഷെ ഒന്നും റെക്കോർഡായിട്ടില്ല. മൈക്ക് ഓണല്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.